വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, ഒപ്പം KK ഗോപിനാഥൻ എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. സമീർ C മുഹമ്മദ് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ NM വിജയന്റെയും മകന്റെയും മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കേസ് ഉണ്ടായത്. ആ കേസിൽ അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പിലൊക്കെ ചില നേതാക്കളുടെ പേരുകൾ പറഞ്ഞിരുന്നു. അവർക്കെതിരെ കേസുണ്ട്. അപ്പോൾ അതിൽ ജാമ്യാപേക്ഷ ഇപ്പോൾ നീങ്ങുന്നു. അത് കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ വിഷയം? കോൺഗ്രസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? നേതാക്കളോട് എന്താണ് നേരത്തെ നാട്ടിലേക്ക് എത്തുമെന്ന് അറിയിച്ച നേതാക്കളോട് മെല്ലെ എത്തിയാൽ മതി എന്നൊക്കെ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം കൊടുത്തതായൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ കേസിന്റെ ഒരു സ്ഥിതി എന്താണ്? ഇന്ന് എപ്പോഴാണ്, എത്ര മണിക്കാണ് ഈ കേസ്, ഈ ജാമ്യ ഹർജി പരിഗണിക്കുക കോടതി? ഗുഡ് മോർണിംഗ് പ്രജിൻ, സ്മിത. ഇന്ന് ഈ കേസ് 11 മണിയോട് കൂടിയാണ് കോടതി പരിഗണിക്കുക. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചിരുന്നു. ആ വേളയിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന കാര്യമാണ് പോലീസിന് കോടതി നൽകിയ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഡയറി ഉൾപ്പെടെ പോലീസ് നൽകിയിരുന്നു. ഒപ്പം തന്നെ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെയുള്ള തെളിവുകളും നൽകിയിരുന്നു. 50 പേരുടെ മൊഴിയെടുത്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കോടതിയെ ബോധിപ്പിച്ചിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് സമീർ C മുഹമ്മദിന്റെ ഓഡിയോയിൽ എന്തോ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? കൃത്യമായി അത് കേൾക്കാൻ കഴിഞ്ഞില്ല. അതിൽ ശബ്ദം മുറിഞ്ഞു പോയതാണ്. നമുക്ക് തിരികെ എത്താം, എന്താണ് നോക്കാം. പ്രേക്ഷകരൊക്കെ ഒരുപാട് കമന്റുമായി രംഗത്ത് വരുന്നുണ്ട്. ഇതാ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നു. സ്മിതക്കുട്ടി, ഈ പ്രഭാതത്തിൽ നല്ലൊരു കവിത കൂടി എന്ന് മിനി ബാബു പറയുന്നുണ്ട്. പ്രഭാത കവിത ഉണ്ടോ? പ്രഭാത കവിത ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ നോക്കാവുന്നതാണ്. പോകെ പോകെ ഒരു കവിത വരും. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. അനൂപ്, എനിക്ക് തോന്നുന്നു സമീർ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ശബ്ദമൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. സമീർ, തുടരാം. പ്രജിൻ, IC ബാലകൃഷ്ണൻ MLAയും അതുപോലെ ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ള 3 പേരും ഇതുവരെ ഇപ്പോഴും ഒരു അജ്ഞാത കേന്ദ്രത്തിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഈ 3 പേരുടെയും അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. ഈ മാസം 15 വരെ 3 പേരെയും അറസ്റ്റ് ചെയ്യരുത് എന്നായിരുന്നു കോടതി നൽകിയ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ മണ്ഡലത്തിൽ എത്തും. IC ബാലകൃഷ്ണൻ MLA മണ്ഡലത്തിൽ എത്തും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിന് പിറകെ ഇതുവരെയും അദ്ദേഹം എത്തിയില്ല എന്ന് മാത്രമല്ല, 2 വീഡിയോകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കർണാടകയിൽ ഒരു സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് വന്നതാണ്, താൻ വൈകാതെ മണ്ഡലത്തിൽ എത്തും എന്നായിരുന്നു അദ്ദേഹം നൽകിയ ആ ഒരു വീഡിയോ സന്ദേശം. എന്നാൽ ഇതുവരെയും മണ്ഡലത്തിൽ എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണ് എങ്കിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം മണ്ഡലത്തിൽ എത്തുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ നീക്കം. അതേസമയം തന്നെ IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ ഈ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും CPIMന്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം തുടരുകയുമാണ്. ഏതായാലും ഈ നിർണായക ഘട്ടത്തിലാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ഇവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഇവരുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ടും പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. സമീർ C മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.